അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയാസ്പദമായി അല്പം സംസാരിക്കാം. പൂർത്തീകരിക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയരെ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, വമാ അർസൽനാക റഹ്മത്തുൽ ആലമീൻ, ലോകത്തിനാകമാനം കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങേ നാം അയച്ചത്. ഈ പരിശുദ്ധ ഖുർആനിക സുഖത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് സർവ്വചേതന അചേതന വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതൻ ഭൂമിയിലേക്ക് ആഗതനാവുന്നത്. ആധുനിക യുഗ മനുഷ്യൻ്റെ അഭിനവ കാല സാഹചര്യം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വിവരഹീനമായ സാങ്കേതിക രംഗത്ത് വിസ്ഫോടനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം വളർച്ചയുടെ പുതിയ കണ്ടെത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആ നല്ല കാലം എന്നെ അകാലതര മറന്നിരിക്കുന്നു. വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അരം കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം ഒരു അധ്യാപകൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥിയെ ദുഷ്യശബ്ദ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്. ഇവിടെയാണ് എനിക്ക് എൻ്റെ ഹബീബിൻ്റെ കാരുണ്യത്തിൻ്റെ കഥകൾ നിങ്ങളോട് പറയാനുള്ളത്. അവാച്യവും അനിർവചനീയവുമായ വ്യക്തിപ്രഭാതത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാദിയെ സ്നേഹിച്ചും അഗതിയെ ലാളിച്ചും ശത്രുവിനെ മാപ്പ് നൽകിയും സംഹാരകനെ പരിവർത്തിപ്പിച്ചും കാരുണ്യത്തിൻ്റെ തുഷാഹർഷം തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചവരായിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം പഠിക്കുന്ന ഏതൊരാൾക്കും അനിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. പുണ്യനബി പ്രവാചക ദൗത്യം ഏറ്റെടുത്ത കാലം ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ നിഷ്കരുണ ജീവനോടെ കുഴിച്ചു മുട്ടിയായിരുന്നു കാട്ടറബി സമൂഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പഠിപ്പിച്ചു. അതുപോലെ തന്നെ കല്ലെറിഞ്ഞ് ആക്ഷേപിച്ച് തായിഫിലെ ജനങ്ങളെ പർവ്വത നിരകൾക്കിടയിൽ നശിപ്പിക്കട്ടെ എന്ന് ചിന്തിച്ച ജിബ്രീലിനോട് അരുതെന്നോതി ലോകത്തിന് മുമ്പിൽ മഹാമാതകൾ സമ്മാനിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനേക ഉദാഹരണം നമുക്ക് മുമ്പിൽ സമുദ്രം പോലെ പരന്നു കിടക്കുകയാണ്. മരത്തിൻ കല്ലെറിഞ്ഞ ബാലനെ സ്നേഹോപദേശം നടത്തിയും ഒട്ടകത്തെ സംരക്ഷിക്കാത്ത അൻസാരി യുദ്ധാവിനെ താക്കീത് നൽകിയും കയ്യിൽ കുത്തി നോവിച്ച തേളിനെ വീണ്ടും വീണ്ടും രക്ഷിച്ചതും അല്പ ഉദാഹരണം മാത്രം. കരുണ പറ്റിയ കാലത്ത് ആ പ്രവാചകനെ പിന്തുടർന്ന് ജീവിക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. ഇത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.